മറ്റേ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ഫ്രീ കിക്ക് കൊണ്ട് ഫ്രീ കിക്ക് ഗോളടിച്ചാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ആള്. എൻ്റെ പേരെന്താ? സച്ചിൻ. പിന്നെ ആരാ എൻ്റെ ഒപ്പം ജ്യേഷ്ഠൻ അവിടെ കളിച്ചാണ്ടാല്? ഇവരൊക്കെയാണ്. അഞ്ജന കളിച്ചാണ്ടല്ലേ തുണക്ക്? ആരാ എൻ്റെ അനിയനല്ലേ ഇവിടെ ഉള്ളത്? ഏട്ടനവിടെ? ഓക്കെ. വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ലോകം കാണട്ടെ. അന്ന് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരല്ല ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത്. എൻ്റെ പേരെന്താ പറഞ്ഞത്? സച്ചിൻ. എവിടെ സ്കൂളാണ് പഠിച്ചത്? എവിടെ? സാന്തിയോ? നമ്മളെ സാന്തി സ്കൂളല്ലേ. ഇതാണ് മറ്റേ സച്ചിൻ്റെ കോച്ച്. ഓൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണ്. നമ്മളെ ക്യാമ്പിലെ ഇതിൻ്റെ മുതിർന്ന കുട്ടികൾക്ക് ഇതിന് മുമ്പ് തന്നെ അന്നേ ഇവൻ ഗ്രൗണ്ടിൽ വന്നുകൊണ്ട് പ്രാക്ടീസ് ഞങ്ങൾ കൂടെ ചെയ്യുന്ന കുട്ടിയാണ്. പിന്നെ എല്ലാ സമയങ്ങളും ഗ്രൗണ്ടിൽ തന്നെയാണ്. ഇവിടെ ഗ്രൗണ്ടിൽ ചാടി ആയതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഇവിടെ ഗ്രൗണ്ടിലുണ്ടാകും. അതുകൊണ്ടാണ് അവനിങ്ങനെ ഷൂട്ടിങ് പഠിക്കാനും സ്വയം ഞാൻ ക്യാമ്പ് കൊടുക്കുന്നതിനപ്പുറം അവന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല, അതില് വേറൊന്നുണ്ട്, ഒന്ന് ചോദിക്കാം. പിന്നെ അന്ന് നമ്മൾ ആ വീഡിയോയില് ഇവന്റെ മുഖം ആരും കണ്ടില്ലല്ലോ? മുഖം കണ്ടില്ല. ഇതാണ് ആള് കേട്ടോ. നമ്മളങ്ങനെ ഒരു ഇതിലിട്ടതാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലക്ഷങ്ങളല്ലേ, എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടില്ലേ. ക്യാമ്പിലെ ഒരു സീനിയർ പ്ലേയേഴ്സ് എടുത്തുകൊണ്ട് ഇവരുടെ ഇട്ടതാണ്. എത്ര വിജയിക്കുന്നില്ല അറിയില്ലല്ലോ. അങ്ങനെ അത് ഇട്ട് അവൻ്റെ ജ്യേഷ്ഠനുള്ളത് അതേ പ്രായത്തിൽ നല്ല കളിക്കുന്ന കുട്ടികളാണ്. ഇതൊക്കെ നമ്മളെൻ്റെ ക്യാമ്പിൽ കുട്ടികളാണ്. 10 കുട്ടികൾ ഇപ്പോൾ ഇവിടെ ക്യാമ്പിൽ പിന്നെ കിഡ്ഡീസായിട്ട് നമുക്ക് പുതിയ കുട്ടികളുണ്ട്. സീരിയസ് ഓരോ കുട്ടികളും ഒരു അപ്ലോഡായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പുതിയ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവ കളി തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി ഇവിടെ? ഞാനിപ്പോൾ 2018 മുതലാണ് ഗൾഫ് നിർത്തി വരുന്നത്. അന്ന് മുതൽ ഇവിടെ സാന്തി ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് ക്യാമ്പ് കൊടുക്കുന്നുണ്ട്. എത്ര കുട്ടികളുണ്ട്? ഓരോ കാറ്റഗറി ആയിട്ട് ഇങ്ങനെ ഓരോ വർഷം ഇങ്ങനെ പുതിയ കുട്ടികൾ വരും. അതുമാതിരി വലിയ സീനിയർ കുട്ടികൾക്കും അവർക്കും കൊടുക്കും, ഇവർക്കും കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഒഡീഷയിൽ ക്ലബിൽ ഇപ്പോൾ റിസർവായിട്ട് ഒരു കുട്ടികൾ ഇപ്പോൾ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വലിയ വലിയ അക്കാദമികൾക്ക് ശ്രീരാംപുര സ്കൂള്, അതുമാതിരി തിരൂര്, കൂട്ടായി, അങ്ങനെ കുറേ അക്കാദമികൾക്ക് പോകുന്ന കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതലാകുമ്പോഴേക്കും +1 +2 കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ കുട്ടികൾക്ക് വീട്ടുകളിലെ പ്രാരബ്ധങ്ങൾ, അങ്ങനെ പ്രശ്നങ്ങൾ, പിന്നെ ഗൾഫ്, അങ്ങനെ വീട്ടിൽ അങ്ങനെ കാര്യം കൊണ്ട് കുറേ കുട്ടികൾക്ക് കുറെ നഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലേ വീഡിയോയിൽ കണ്ടപ്പോൾ മറ്റേ കുറച്ച് വലുപ്പമുണ്ടായിരുന്നു, അത്ര ചെറുതാണെന്ന് കണ്ടില്ല അല്ലേ? ഇവരെ നമുക്ക് അതേപോലത്തെ ഒരു ഗോൾ അടിപ്പിച്ചാലോ അല്ലേ? ഗോളിൽ വെച്ചാണ്ടല്ലേ അടിച്ചൂലേ? അന്ന് തന്നെ ആളുകൾ എന്താ പറയുക, എൻ്റെ ബാക്ക് ഭാഗം കണ്ടുള്ളൂ, മുന്ന് മുഖമൊന്നും കണ്ടില്ല. അപ്പം നമുക്ക് അതേപോലത്തെ ഒരു ഗോൾ അടിച്ചല്ലേ? അടിച്ചൂലേ? എന്നാ ഇപ്പം രണ്ടാളാണ് ജ്യേഷ്ഠനിയന്മാർ കേട്ടോ. ബനാനിയല്ലേ അപ്പം ജ്യേഷ്ഠ അല്ലേ? പിന്നെ നല്ല കളി കളിച്ചു എന്നാണല്ലേ നാളെ സാന്തി സ്കൂളിൽ വരും. അപ്പോൾ ഇവരെ ഉണ്ടായ ഒരു പ്രയത്നം കൊണ്ടാണ് ഇത്തിരി വിജയിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇവൻ ബാള് കൺട്രോൾ ചെയ്യാൻ വെട്ട് കൊടുക്കും, ഇവൻ ഷൂട്ടടിക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാന്തി സ്കൂളിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ട്രോഫി കൊണ്ടുവരാൻ കാരണം. അവരുടെ ഒരു കൂട്ടുകെട്ട്, ഇവിടെ നിന്നുള്ള കുട്ടിയുടെ അതേമാതിരി സ്കൂളിൽ അവർ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം സാന്തി സ്കൂളിൽ ട്രോഫി കിട്ടിയല്ലേ? വേറെ വല്ല ദൂരത്തേക്ക് കൂടെ കളിക്കാൻ കൊണ്ടല്ലോ ഇവിടെ? ചെറിയ ചെറിയ ടൂർണമെന്റുകൾ കളിക്കല്ലേ? ചാൻസുകളുണ്ട്. കൂടുതൽ ചാൻസ് വന്ന് നമ്മൾ പറഞ്ഞേക്കാം കുട്ടികളെ FDM സൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ക്ലബിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല, അവർക്ക് ജേഴ്സി ആരോ വലിയൊരു ടീം അതൊക്കെ ക്ലബ് എന്തോ കൊടുക്കുന്നല്ലേ? എത്തിയിട്ടില്ലല്ലേ? അത് ആരാണ് സ്പോൺസർ ചെയ്ത്? എനിക്ക് വിളിച്ചിരുന്നു, ജേഴ്സി സ്പോൺസർ കൊടുക്കാൻ നമ്മൾ വിളിച്ചിരുന്നു. അജോ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ അയക്കാൻ കൊറിയറിൽ അയക്കാൻ കറക്റ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ഏത് ക്ലബ്ബാന്നല്ല അറിയില്ലല്ലേ? വലിയ ക്ലബ്ബാണല്ലേ ഈ റയൽ, ഇതേപോലെ ബാർസലോണ അങ്ങനത്തെ വലിയ ക്ലബ്ബാണല്ലേ? അയക്കാൻ പോകുന്നുണ്ട്. ഇതും തന്നെ ഫ്രൂട്ട്സ് അപ്പോൾ ജയിച്ചിട്ട് ഇതേമാതിരി ഇവർക്ക് കൊടുത്തതാണ്. എല്ലാവർക്കുണ്ട് സ്പോൺസർ ചെയ്തല്ലേ? ഫ്രൂട്ട്സ് മലപ്പുറത്തിൻ്റെ മലപ്പുറത്തിൻ്റെ മലപ്പുറം നമ്മളെ മലപ്പുറം കുന്നുമല പാർക്കിന് സൈഡിലെ ഒരു ജ്യൂസ് കടയാണ് അവർ സ്പോൺസർ ചെയ്താണ്. എന്നാ സച്ചിൻ നമുക്ക് അതുപോലത്തെ ഒരു ഗോൾ അടിച്ചു കേട്ടോ, ഗോളി നിർത്തിയാണ്ട്. ആട്ടില്ലടാ അച്ഛൻ അറ്റൻറ്റ്. ഓക്കെ അടിച്ചോ. അതേപോലത്തെ തൂങ്ങി ഇറങ്ങുന്ന ഒരു ഗോൾ അടിച്ചിട്ടോ. റെഡി അല്ലേ? ഒരു ഗോൾ ഇഞ്ചു അടിച്ചോ. അത് റെഡി. ഓനെ കോച്ച് ഓലെ പ്രാക്ടീസ് കൊടുക്കണം. അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാം.
എത്ര ക്ലാസ്സിലാണ് പഠിച്ചത്? എത്ര ക്ലാസ്സിലാണ് പഠിച്ചത്? 4ലോ? എവിടെ? ശാന്തി സ്കൂളിലെ? ഇവിടെ സ്കൂളല്ലേ? എന്താണ് ആള് കേട്ടോ. ഇതാണ് നമ്മളെ സച്ചിന് റാമോസിന്റെ ജേഴ്സി നമ്പറാണല്ലോ 4 അല്ലേ? അതൊക്കെ ഏതോ ഇഷ്ടപ്പെട്ട ജേഴ്സി നമ്പർ ഏതാ? നിങ്ങൾക്ക് ജേഴ്സി ഒക്കെ കിട്ടുന്നുണ്ടല്ലേ? ഇനി ഏതോ വലിയ ക്ലബ്ബ് എനിക്കില്ല ജേഴ്സിയെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അല്ലേ? ഓനൊപ്പം കളിച്ചാലോ ആളുകൾ അതൊക്കെ കളിക്കണേ. പ്രാക്ടീസ് ചെയ്യിച്ചാണത്. ഇവരിവിടെ മറ്റേ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. നമ്മളെ സച്ചിനാണ് പ്രാക്ടീസ് ചെയ്യണത് കേട്ടോ. എത്ര ആൾക്കാർ കണ്ടു മറ്റേ വീഡിയോ? 9 മില്യൺ ആൾക്കാരുണ്ടല്ലേ? അവൻ്റെ കണ്ടല്ലേ? ഓനെ ആ വീഡിയോയിൽ എന്താ വെച്ചാലേ ഓനെ മുഖം കണ്ടില്ല എല്ലാവരും, ബാക്ക് കണ്ടിട്ടുള്ളൂ. ഇപ്പം ഈ വീഡിയോയിൽ ഓൻ്റെ മുഖമൊക്കെ കണ്ടിട്ടോ. ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സച്ചിനൊക്കെ ഇവിടെ ഇതാക്കട് മറ്റേ പ്രാക്ടീസ് ചെയ്യണ്ടോ. അതിൻ്റെ വീഡിയോ ഇതാക്കണ്ടോ. നമ്മളെ ശാന്തി ഗ്രൗണ്ടിലാട്ടോ അത് ചെയ്യണ്. മറ്റേ ശാന്തി ഗ്രൗണ്ടിലാണ് ഇവർ കളിക്കൽ. ഓനെ വീടാണോ കാണല്ലടാ അവനെ? അവൻ്റെ വീടാണ്, സച്ചിൻ്റെ വീടാണ്. ഓനെ കാണാനോ അവൻ്റെ വീഡിയോ എടുക്കാനും വേണ്ടി വന്നാണ്. അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തിയാണ്ട് നമ്മൾ പോകണം. സച്ചിൻ പോട്ടെ? അപ്പോൾ കാണാട്ടോ. ഓക്കെ, നമ്മളെ യൂട്യൂബ് ചാനൽ ഇടാൻ കേട്ടോ. ശരി, വലിയ ഉയരങ്ങളിൽ എത്തട്ടെ കേട്ടോ.